റെക്റ്റാങ്കിൾ ടൂള് എങ്ങനെ യൂസ് ചെയ്യാം? റെക്റ്റാങ്കിൾ ടൂളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഷോർട്ടായിട്ട് എം പ്രസ് ചെയ്താൽ മതി. വി പ്രസ് ചെയ്താൽ സെലക്ഷൻ ടൂള് ലഭിക്കും. റെക്റ്റാങ്കിൾ ടൂളാണ് ലഭിക്കേണ്ടത് എങ്കിൽ അതിൻ്റെ ഷോർട്ടായിട്ട് എം പ്രസ് ചെയ്താൽ മതി. വി എം ഇത് രണ്ടും പ്രസ് ചെയ്താൽ സെലക്ഷൻ ടൂളും റെക്റ്റാങ്കിൾ ടൂളും നമുക്ക് ലഭിക്കുന്നു. റെക്റ്റാങ്കിൾ ടൂളിൽ നമ്മൾ അല്പനേരം പ്രസ് ചെയ്താൽ ഒരുപാട് ടൂളുകൾ കാണുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകളാണ് നമ്മളിന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ഒരു ലൈന് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതിൽ ചെറിയൊരു ആരോ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ക്ലിക്ക് ഒഴിവാക്കിയാൽ ഈ ടൂളിനുള്ളിൽ ഹൈഡായി കിടക്കുന്ന മറ്റു ടൂളുകളൊക്കെ ലഭിക്കും. തൽക്കാലം ഇവിടെ ക്ലോസ് ചെയ്യാണ്. നമുക്ക് ഇപ്പോൾ വേണ്ടത് റെക്റ്റാങ്കിൾ ടൂളാണ്. ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെന്റിൽ പുതിയതായി ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾക്ക് വേണ്ടത് എങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം വരച്ചു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പിൽ ഒരു ഷേപ്പ് വരയ്ക്കാൻ പറ്റും. ഇനി സെന്റർ ബേസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ലഭിക്കണമെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. സ്ക്വയർ ടൈപ്പിൽ കൂടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ടിനോട് കൂടെ ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു രൂപത്തിലും നമുക്ക് ഈ ഷേപ്പ് വരയ്ക്കാൻ പറ്റും. ഈ ബോക്സിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു റെക്റ്റാങ്കിളിന് വിഡ്ത്ത് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ വീതിയിലും 6 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് വേണമെങ്കിൽ ഓക്കെ അടിച്ചാൽ ഈ രൂപത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ ഭാഗവും കർവ് ചെയ്യാൻ പറ്റും. ഈ ഭാഗം മാത്രമാണ് കർവ് ചെയ്യേണ്ടത് എങ്കിൽ ഒരു ക്ലിക്ക് നൽകിയതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രം കർവ് ആക്കിയിട്ട് രൂപപ്പെടുത്താൻ പറ്റും. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാനാണ് എങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഷേപ്പാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മളിവിടെ വന്ന് ഇതിന് പുറത്തേക്ക് പോയാൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് നക്കിയതിന് ശേഷമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഷേപ്പുകളും ഇതുപോലെ തന്നെ നമുക്ക് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് ടൂളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ചില സമയങ്ങളിൽ ഇത്ര ടൂളുകൾ നമുക്ക് കാണില്ല. റെക്റ്റാങ്കിൾ ടൂളിൽ തന്നെ അല്പം ടൂളുകൾ മാത്രമേ അപ്പോൾ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരം നമുക്കുണ്ടാകുന്നത് വിൻഡോസിൽ ടൂൾ ബാറിൽ പോയാൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷന് ബേസിക് കൊടുത്താൽ വളരെ ചുരുങ്ങിയ ടൂളുകളായിരിക്കും ഉണ്ടാവും. നേരത്തെ കണ്ട ടൂളുകളിൽ വളരെ കുറഞ്ഞ ടൂളുകളാണ് ലഭിക്കുന്നത്. ഇതും നേരത്തെ ടൂളുകളും ഏകദേശം സമാനമായ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അടുത്ത ടൂൾ എലിപ്സ് ടൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തിട്ടാണെങ്കിൽ നേരത്തെ ക്ലിക്ക് ചെയ്തത് എവിടെയാണോ അവിടെ സെൻറ്ററായിട്ട് ഒരു സർക്കിൾ രൂപപ്പെടുകയാണ് ചെയ്യുക. ഷിഫ്റ്റ് മാത്രം പ്രസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തത് മുതൽ കൃത്യമായ അളവിലുള്ള ഒരു റൗണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ സർക്കിളുകൾ വരച്ചെടുക്കാം. അടുത്തത് പോളിഗൺ ടൂളാണ്. പോളിഗൺ ടൂളിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്കും താഴേക്കുമുള്ള ആരോ കീ പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ ആംഗിളുകളുടെ എണ്ണം കൂടും. അപ്പോൾ ട്രയാങ്കിൾ, സ്ക്വയർ ഇതൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പല ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആരോ കീ മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്യേണ്ടത്. വരച്ച് കഴിഞ്ഞതിന് ശേഷം ആരോ കീ മുകളിലേക്കും താഴേക്കും ആക്കിയാൽ നമ്മുടെ ഷേപ്പ് മുകളിലേക്കും താഴേക്കും പോകുമെന്നല്ലാതെ ഇതിൻ്റെ ആംഗിളുകൾ എണ്ണം വർദ്ധിക്കുകയില്ല. മറ്റൊരു ഷേപ്പ് സ്റ്റാർ ടൂളാണ്. സൈഡ് എണ്ണം എത്രയാണോ നമ്മൾ നേരത്തെ കൊടുത്തത് അതിനനുസരിച്ച് എണ്ണം ഇപ്പോൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോ കീ മുകളിലേക്കും താഴേക്കും പ്രസ് ചെയ്താൽ എണ്ണം വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഉള്ളത് ലൈൻ സെഗ്മെൻറ്റ് ടൂളാണ്. ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം ചേർത്തി പറയേണ്ട മറ്റൊരു ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂള്. ഷേപ്പുകളിലൊക്കെ മാറ്റം വരുത്താൻ സഹായകരമാകുന്ന ഒരു ടൂളാണിത്. സ്റ്റാർ ടൂൾ എടുത്തുകൊണ്ട് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്താൽ ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കർവ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരും. ഉദാഹരണത്തിന് ഈ ഭാഗമാണ് നമുക്ക് കർവ് ചെയ്യേണ്ടത് എങ്കിൽ ഒരു ക്ലിക്ക് നൽകിയതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ആ ഭാഗം മാത്രം ചേഞ്ച് വരുത്താൻ പറ്റും. എല്ലാ ഭാഗവും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ വേണ്ട രൂപത്തിൽ ഷേപ്പിന് മാറ്റം വരുത്താം.
പോളിഗൺ ടൂൾ എടുക്കുമ്പോൾ ഇവിടെ മാത്രമാണ് നമുക്കിതിൽ ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ പ്രസ് ചെയ്താൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കാം. ഷേപ്പിൽ നമുക്ക് മാറ്റം വരുത്താം, കർവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഭാഗം മാത്രമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ക്ലിക്ക് ചെയ്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് ചേഞ്ച് വരുത്തിയാൽ മതി. റെക്റ്റാങ്കിൾ ടൂളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ സൈസ് എത്രയാണോ നൽകേണ്ടത് അതിനനുസരിച്ച് നൽകിയാൽ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എലിപ്സ് ടൂളും. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷേപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു അളവിൽ നൽകി ഓക്കെ കൊടുത്താൽ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ടൂളുകളൊക്കെ ഇതേപോലെ തന്നെയാണ്. എത്രയാണോ സ്റ്റാറിൻ്റെ പോയിന്റുകൾ വേണ്ടത് അതിനനുസരിച്ച് എണ്ണം ഇവിടെ കൊടുക്കാം. വലുപ്പവും നൽകാൻ പറ്റും. 5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ റേഡിയസ് 2 കൊടുത്തിട്ടുണ്ട്. 6 പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ടൂളിനുള്ളിൽ ഹൈഡായി കിടക്കുന്ന മറ്റു ടൂളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.